വെൽക്കം ടു ഡേ 2. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് നമ്മളൊരു പവർ പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എലമെന്റ്സിനെ പറ്റിയിട്ടാണ്, ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ വി വിൽ ഗോ ടു പവർ പോയിന്റ്. പവർ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പ്രസന്റേഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടെംപ്ലേറ്റ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ടെംപ്ലേറ്റ് എന്താണെന്നും തീം എന്താണെന്നും നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ടെംപ്ലേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഇതിന്റെ ടൈറ്റിൽ സ്ലൈഡ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ കുറേയൊക്കെ നമുക്ക് തീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി മൈക്രോസോഫ്റ്റിൽ പവർ പോയിന്റ് ഉള്ള സാധനങ്ങൾ. ക്യാൻവയിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ടെംപ്ലേറ്റുകളിൽ വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ എന്താണ് ഒരു തീമും ഒരു ടെംപ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ചൂസ് ചെയ്യാണ്. ഓക്കെ, സോ ലെറ്റ്സ് സേ വിൽ ഗോ ദിസ് വിത്ത് ദിസ് വൺ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമുക്ക് പുതിയൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ടെംപ്ലേറ്റിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെംപ്ലേറ്റിൽ നമുക്ക് രണ്ട് സ്ലൈഡുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ഇതൊരു എക്സ്ട്രാ ഒരു കോണ്ടന്റ് സ്ലൈഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലൈഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇതൊരു ടൈറ്റിൽ സ്ലൈഡ് ആണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇനി ഒരു പുതിയ ടൈറ്റിൽ സ്ലൈഡ് ആഡ് ചെയ്യുന്ന വിചാരിക്കുക. ഓക്കെ, ഇൻസേർട്ട് ന്യൂ സ്ലൈഡിൽ നമ്മളൊരു ടൈറ്റിൽ സ്ലൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കില്ല അത് വരുന്നത്. അതായത് ഓരോ ടെംപ്ലേറ്റിലും അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു തീമിൽ നമുക്ക് ലേഔട്ടുകൾ ഉണ്ടാവും. ഈ ലേഔട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പൊസിഷനിങ് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ടൈറ്റിൽ എവിടെ വരണം, സബ് ടൈറ്റിൽ എവിടെ വരണം, ബാക്കി എലമെന്റ്സ് എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊരു പ്ലേസ് ഹോൾഡേഴ്സ് തരും. അതേസമയം ടെംപ്ലേറ്റിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനിലായിരിക്കും നമ്മൾക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഒരു ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് ഇതിനു വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം. സോ ടെംപ്ലേറ്റുകൾ എപ്പോഴും കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ തീമിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ കളർ വരുന്ന ഒരു തീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ ഡിസൈനും മാറിയിട്ട് അതിന് പകരം ഈ പെർട്ടിക്കുലർ തീമിലുള്ള ഫോണ്ടും കളറും ഇതിന്റെ കോമൺ എലമെന്റ്സും എല്ലാം ആഡ് ചെയ്യപ്പെടും. സോ തീം എന്ന് പറയുന്നത് ടോട്ടൽ നമ്മളുടെ ഫോണ്ട് എങ്ങനെ വേണം, കളർ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതൊരു അഡീഷണൽ എലമെന്റ് ആയതുകൊണ്ടാണ് ഇതിലിത് ബ്ലാക്കിൽ തന്നെ വരുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ ഈ ഒരു ക്രോസ് ഗ്രാഫിക്സ് ഉള്ളത് അതെല്ലാ സ്ലൈഡിലും വരുന്നുണ്ട്. തീം മാറ്റിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളുടെ ഫോണ്ട് മാറി, ഫോണ്ടിന്റെ സ്റ്റൈലിംഗ് മാറി, സൈസ് മാറി. ഓക്കെ, ടെക്സ്റ്റ് ബോക്സുകളുടെ പൊസിഷനിങ് മാറി. നമ്മളിപ്പോൾ ഹോമിൽ പോയിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് നമ്മളൊരു ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ തീമിൽ നമുക്ക് നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതലായിട്ടുള്ള ലേഔട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ലേഔട്ട് ആണ് ഇത്. ലേഔട്ടിൽ കണ്ടോ ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കോണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കോണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഒളി, ബ്ലാങ്ക്, ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതായിരിക്കും ഇതിന്റെ കോമൺ എലമെന്റ്സ്. ഇതിലേക്കാണ് ഓരോ എലമെന്റ്സ് ആഡ് ചെയ്ത് നമ്മൾ ലേഔട്ട്സ് സെറ്റ് ചെയ്യുന്നത്. സോ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന് തീം എന്ന് പറയുന്നത് ടെക്സ്റ്റ്, ഫോണ്ട് സൈസ്, അതിന്റെ കളർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തീമിൽ ഡിസൈൻ വരിക. ബാക്ക്ഗ്രൗണ്ട് കളർ പോലെയുള്ള കോമൺ എലമെന്റ്സ് ആണ് വരിക. ലേഔട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേഔട്ട് ഓരോ എലമെന്റ്സ് എവിടെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കും. ഇനി നമ്മൾ ഒരു ന്യൂ പ്രസന്റേഷനിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. സോ ന്യൂ പ്രസന്റേഷനിൽ പോയതിനു ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെംപ്ലേറ്റിൽ വരുന്നത് ഇത് ഒരു പെർട്ടിക്കുലർ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് എങ്ങനെയായിരിക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് വരേണ്ടത്, ഒരു സെക്ഷൻ ഹെഡർ ഇങ്ങനെയാണ്, ടു കോണ്ടന്റ് വരുന്നത് ഇവിടെയാണ് വരേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എഡ്യൂക്കേഷൻ എന്നുള്ള തീമിൽ നമ്മൾ പോയതിനു ശേഷം ഓക്കെ, ലുക്സ് ലൈക്ക് സൗണ്ട് ലൈക്ക് എക്സസൈസ് ആണ്. ഈ എക്സസൈസിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡ് ആണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ഇവിടെ ആക്ച്വലി ഇതിൽ കോണ്ടന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇത് സ്കൂൾസിന് വേണ്ടി, ടീച്ചേഴ്സിന്, എഡ്യൂക്കേഷന് വേണ്ടി സെപ്പറേറ്റ്ലി ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്.
പേർപ്പസ് ഓഫ് ലുക്സ് ലൈക്ക് സൗണ്ട്സ് ലൈക്ക് എക്സസൈസ് അവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഫോളോയിങ് സ്ലൈഡ്സ് നമുക്ക് ഇതിൻ്റെ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ലുക്സ് ലൈക്ക് സൗണ്ട് ഇവിടെ നമുക്ക് ക്ലാസ്സിൻ്റെ പേര് നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള പ്ലേസ് ഹോൾഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെസൺ ഇൻട്രൊഡക്ഷൻ ഇതിൽ എന്താ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് അതായത് ഈ പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മളുടെ ക്ലാസ് റൂമിൽ ഈ ആക്ടിവിറ്റി നമ്മൾ എങ്ങനെ ചെയ്യിപ്പിക്കും എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റിയാണ് ചെയ്യിക്കുന്നതെങ്കിൽ അതിന് വേണ്ടി നമുക്കൊരു ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആ ടെംപ്ലേറ്റിൽ നമുക്ക് മാച്ച് ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്താൽ മതി. അത് ചിലപ്പോൾ 1ാം ക്ലാസ്സുകാരനായിരിക്കും, ചിലപ്പോൾ ഒരു 7ാം ക്ലാസ്സിലെ സയൻസിലായിരിക്കും, ചിലപ്പോൾ +1 കൊമേഴ്സിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ തീമിലാണ്. പക്ഷേ മാച്ച് ദ ഫോളോയിങ് എന്ന പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് ഒരു കോമൺ ടെംപ്ലേറ്റ് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടെ വലിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേരിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റുകളിൽ വേരിയൻസ് പ്രീ ബിൽറ്റ് ഉണ്ടാവില്ല, കാരണം ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ നോക്കണം. പക്ഷെ സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു ടെംപ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കേട്ടോ എൻ്റെ സ്ലൈഡ് ഡെക്കിലേക്കാണ് ഇത് ആഡ് ചെയ്യപ്പെട്ടത്. എൻ്റെ സ്ലൈഡിനാണ് ഈ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കത് യൂസ്ഫുൾ ആണോ മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തീം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ ഈ സാധനങ്ങളെല്ലാം ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു ടെംപ്ലേറ്റിലേക്ക് പുതിയൊരു തീം ആഡ് ചെയ്യുന്ന സമയത്ത് തീമിന്റെ കോമൺ ആയിട്ടുള്ള ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ അവിടെ റിമെയിൻ ചെയ്യും. അതൊന്നും മാറില്ല, കോണ്ടന്റ് മാറില്ല. അതേസമയം നമുക്ക് ഇനി ഇവിടെ ഒരു പുതിയ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ടെംപ്ലേറ്റ് എപ്പോഴും നമ്മൾ ഡിസൈൻ തുടങ്ങുന്നതിന് മുൻപാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഇതാണ് തീമുകളും ടെംപ്ലേറ്റുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. സോ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് അവിടെ നമ്മൾക്ക് എന്താ പറയുക ഒരു ടൈറ്റിൽ നമുക്ക് വേണ്ട പ്രസന്റേഷന്റെ ടൈറ്റിൽ കൊടുക്കുക. ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റിൽ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ലേ ഔട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റിൽ നമുക്ക് കിട്ടിയ ഒരു ലേ ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ നമ്മൾ ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ സ്ലൈഡിൽ പല ഓപ്ഷൻസ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ ലെറ്റ്സ് സേ കോണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ കണ്ടോ, ഇവിടെ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, സബ് ടൈറ്റിൽ കൊടുക്കാം, ഇവിടെ നമുക്കൊരു ഇമേജ് വെച്ച് വേണമെങ്കിൽ ഫിൽ ചെയ്യാം. ഇതൊക്കെ ബേസിക് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ലേ ഔട്ട് ഇതാണ് തരുന്നത്. പക്ഷെ നമ്മൾ ഇതിന് ശേഷം ഡിസൈനിലേക്ക് പോയിട്ട് നമ്മൾ കണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ മാറ്റം വന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ടൈറ്റിൽ എന്നുള്ള ഫസ്റ്റ് എലമെന്റിനെ ആ ഡിസൈൻ അനുസരിച്ച് മാറ്റുക, തീം അനുസരിച്ച് മാറ്റും. പക്ഷെ നമ്മൾ ആഡ് ചെയ്ത രണ്ടാമത്തെ എലമെന്റ് അതിലേക്ക് വരുന്നില്ല. സോ ദാറ്റ് വിൽ ബി സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ അതിന് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. സോ ആദ്യം കണ്ട ഒരു സിമ്പിൾ ടെംപ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പെർട്ടിക്കുലർ തീം വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നത് ഈ തീമിന്റെ ഫീച്ചറാണ്, കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇത് എല്ലാ സ്ലൈഡിലേക്കും ആപ്ലിക്കബിൾ ആവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ആദ്യം നമുക്കൊരു ChatGPT സഹായത്തോടെ നമുക്കൊരു 5 സ്ലൈഡ് കോണ്ടന്റ് ബിൽഡ് ചെയ്യുക. അങ്ങനെ ബിൽഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തീം വെച്ച് മാറ്റം വരുത്തുക. അപ്പോൾ എവിടെയാണ് എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കണ്ടോ ഈ പെർട്ടിക്കുലർ നിങ്ങൾക്ക് ജസ്റ്റ് മൗസ് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഡിസൈൻ എവിടെയാണ് മാറ്റം വരുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മളിവിടെ താഴെ ഉണ്ടായിരുന്ന ഈ പെർട്ടിക്കുലർ ഹെഡിങ് നമുക്ക് ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാറി വന്നു. അതിനനുസരിച്ചുള്ള കളർ മാറി, ഫോണ്ട് മാറി, സ്റ്റൈലിംഗ് മാറി, ഫോണ്ട് സൈസ് മാറി. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ ഹെക്സ് എന്ന് ആഡ് ചെയ്ത് കൊടുത്ത സാധനം ഇപ്പോഴും മാറി കിടക്കുകയാണ്. ബിക്കോസ് അതൊരു സെപ്പറേറ്റ് എലമെന്റ് ആയിട്ട് വന്നതാണ്, അതുകൊണ്ട് അത് പിച്ച് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ച് ഇതിനെ പിക്ക് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇതിന്റെ ഫോണ്ട് മാറിയിട്ടുണ്ട്, ഫോണ്ടും കളറും മാറിയിട്ടുണ്ട്. ഇതിന് മാച്ചിങ് ആയിട്ട് പൊസിഷനിങ്ങിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. രണ്ടാമത്തെ സ്ലൈഡിലും കണ്ടോ നമ്മൾ എടുത്തിട്ട് നേരത്തെ ഉള്ള ഒരു ഡിസൈൻ അല്ല, പുതിയൊരു ഡിസൈൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീം ആണെങ്കിലും ടെംപ്ലേറ്റ് ആണെങ്കിലും നമ്മൾ തുടങ്ങുന്നതിന് മുൻപേ ഫിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
അതിനുശേഷം അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫയലിൽ പോയി ന്യൂ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ്, നമുക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. ദെൻ ആ ടെംപ്ലേറ്റിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നമുക്കൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക.